ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണാണ്. ഓക്വേർഡ് ഫീൽ വരുന്നത്. ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് നിൽക്കുവാ. ഞാൻ പുതിയ പിള്ളേരെയൊക്കെ പരിചയപ്പെടുത്തരാം. എൻ്റെ പേരെന്ത് വരുന്നടാ? അസ്ന. ഓക്കെ, ഞാൻ ഇന്ന് വാഗമൺ വന്നിരിക്കുന്നത് എൻ്റെ ജിം ഗ്യാങ്സുമായിട്ടാണ്. നമ്മളൊക്കെ ഭയങ്കര ജിമ്മത്തികളാണ്. കണ്ടാ പറയത്തില്ല കാണാനൊരു ലുക്കിലുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ ജിമ്മിൽ നിന്ന് വരുന്നവരാണ്. ഓക്കെ, ആൻഡ് ജിമ്മിലെ എല്ലാവരുമായിട്ട് നമ്മൾ വാഗമൺ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഈ ക്യാമറമാൻ ഇങ്ങനെ പോയാൽ അവളല്ലേ മെയിനായിട്ട് കാണിക്കുന്നത്. ബേബി 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 അയ്യോ ബേബി. ഇതാണ് ആലിയ. ഈ ആലിയുടെ സിസ്റ്റർ ഉണ്ട് അവിടെ, ബ്രദർ ഉണ്ട് അവിടെ. വന്ന അവളുടെ അസ്നയുടെ മദർ ഉണ്ട്. ഇവരൊക്കെ ജിമ്മത്തികളാണ്. എല്ലാവരും ജിം ജിം ജിം. ഇപ്പം ഡ്രസ് ഇങ്ങനെ ഇട്ടേക്കൊണ്ടാണ് അല്ലാതെ നല്ല എന്തുവാ അത് പഞ്ചിട്ട പോലുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ വാഗമൺ എത്തി. രാവിലെ ഒരു 4-4:30 ആയപ്പോൾ അവിടെ തിരിച്ചു. ഞാൻ 2 വട്ടം വാൾ വെച്ചു. ഓക്കെ, കാരണം ഇങ്ങനെ ചോരമൊക്കെ കയറി. എന്ത് പറഞ്ഞു പറയുന്നത്? ചുരം അതൊക്കെ കയറിയല്ലേ വന്നത്. സോ ഇവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ ഞാൻ ഓക്കെ, ഫുൾ സെറ്റായി, ഫുൾ പവറിലാണ് ഗൈസ്. എത്ര പൊറോട്ട ഒരു പൊറോട്ട. അത് തന്നെ കുത്തിക്കയറ്റാൻ പെട്ട പാടെ എനിക്കറിയാം. സോ നമ്മളിന്ന് വാഗമൺ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വാഗമൺ. ഈ പൂവിന്റെ പേരെന്തായിരിക്കും? ഈ പൂവിന്റെ പേരെന്താണ്? കമന്റ് ചെയ്യൂ ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നൊരു കമന്റ് ചെയ്യൂ. ഈ പൂ നമ്മളെന്നും കാണാറുണ്ട്, കുറെ കണ്ടിട്ടുള്ള പൂക്കളാണ്. പക്ഷെ ഇതിന്റെ പേരെന്താന്ന് അറിയുന്നില്ല. ഗൈസ്, ഞങ്ങൾ വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത യൂട്യൂബർ. യാമിനി വേളാവതിയായി തെന്നൽ തഴുകുമ്പോൾ കളറും താമരമലരായി തൊടുതുടെ തൊടുക്കും പൂങ്കവിൽ. അയ്യോ, എനിക്കൊന്നും കാണാൻ വയ്യ ഗൈസ്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ആടുന്നുണ്ടടാ. പക്ഷേ ഫുൾ പുകയുള്ള പോലെ ഉണ്ട്. പുകയല്ല, ദിസ് ഇസ് കോടൽ മഞ്ഞ്. അഗൈൻ കോടമഞ്ഞ്. ഓഹോയ് താഴ്വരയിൽ. ഓഹോയ് പൊളി പൊളി. താഴ്വരയിൽ
കാറ്റ് വീശുമ്പോണ്ടല്ലോ ഇതിങ്ങനെ ആടുന്ന പോലെ ഫീൽ ഉണ്ട്. പൊട്ടി അങ്ങനെ പോകും. പേടിയുണ്ടോ? പിന്നില്ലേ, പേടിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്കത് കാണാൻ വയ്യ, മൊത്തത്തിൽ മഞ്ഞ് കാരണം ഞാൻ സ്വർഗത്തിൽ വന്ന് നിൽക്കുന്ന കണക്കുണ്ട്. പേടിക്കാനൊന്നുമില്ല, എനിക്ക് ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്നൊന്നും അറിയുന്നില്ല അല്ലേ? ഫുള്ള് മഞ്ഞ് മൂടി കിടക്കാണ്, അതുകൊണ്ട് നമ്മൾ ഇത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് നമുക്ക് അറിയുന്നില്ല. ഓക്കെ, വിസിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ട്, ഇരിക്കാവോ? കുഴപ്പമില്ല, പെട്ടെന്നിരുന്നോടെ. സോ ഗൈസ്, ഇതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. നൈസ് എക്സ്പീരിയൻസ്. പക്ഷേ 5 മിനിറ്റേ ഉള്ളൂ ഗൈസ്. അതെ, പെട്ടെന്ന് കഴിഞ്ഞു. ഓ മൈ ഗോഡ്, പുതിയൊരു ഗൈസിന് കിട്ടി. അതെ, യൂട്യൂബേഴ്സ് ആണ്, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേരാ കേട്ടോ. ആരടാ അത്? എല്ലാരും കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ നിഗമനം. ഓടിക്കോ. ഹായ് 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 ഹലോ ഹലോ ഹലോ. എന്തത്? സോ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കയറി പറയൂ. ഒന്നിലും കയറിയില്ല. ഞങ്ങൾ മൂടൽമഞ്ഞ് മാത്രം കണ്ടെന്നല്ലേ, കണ്ട് ആസ്വദിച്ചു. ഫോട്ടോസ് എന്നെ കൂട്ടാതെ ഒരു ഫോട്ടോസ് എടുത്തു, റിജക്റ്റഡ്. ഞങ്ങൾ അപ്പോഴത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി, കോടൽമഞ്ഞുണ്ട്. ഹായ്, എന്തിലേക്ക് കയറി പറ. രണ്ടാമത്തെ ആളുടെ കാലേ ചവിട്ടി ഗൈസ്. എല്ലാവരുടെയും പോയി കാലി ചവിട്ടിക്കോണം കേട്ടോ. ഒരു കുഞ്ഞിന്റെയും കാലി ചവിട്ടി, ഇപ്പോൾ ഒരു വലുതിന്റെ കാലി. ക്രൂവൽഡാ ഗൈസ്. ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താം. ഇത് ആയിഷ, വരവായി ആയിഷ, ആയിഷ. ഇത് അസ്ന, ഇത് ഫിദ ആണല്ലേ. അപ്പൊ മറ്റൊരുണ്ട് ഗൈസ്. ഇവർ അനിയത്തിയും ചേട്ടത്തിയും തമ്മിൽ എനിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് ചേട്ടത്തി അല്ലേ? ഇത് ചേട്ടത്തിയാണ്, ഫിദ. നിന്റെ അനിയത്തി എവിടെ? ആ, ഇവിടെ പരിചയപ്പെടുത്താം. നിന്റെ പേര് നീ തന്നെ പറഞ്ഞു. എന്തുവായിരുന്നു? ആ, സഫ്ന. ഓക്കെ, ഞാൻ സഫ്ന, ഇത് ഷഫ്ന. ഓക്കെ, ഒരു എച്ചിന്റെ കുറവ്, അത്രേ ഉള്ളൂ. ഇത് മോസിന. സോ ഇതൊക്കെ എൻ്റെ പുതിയ ഫ്രണ്ട്സ് ആണ്, ജിം ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഭയങ്കര ഫിറ്റ്നസ് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മസിൽ ബോഡി കാണിക്കും. ഭാരതം എന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഓ, ഭയങ്കര മസിലാണ്. നിന്നെ പക്ഷേ ജിമ്മിന്റെ ഏരിയ ഞാൻ കണ്ടിട്ടില്ലല്ലോ. മാവേലിയാണ്. ഓക്കെ, ഈ കുട്ടികളുടെ ഉമ്മയെ കാണിച്ചു തരാം. ആ കുട്ടികളുടെ ഉമ്മയാണിത്. ഹായ്, ഒരു ഹായ് പറ. ഹായ്, ഹലോ, ഹായ് ഹായ്. പാട്ടില്ലല്ലോ, പിന്നെന്ത് വൈബ് ചെയ്യുന്നു? ഒരു പ്രത്യേക ട്രിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ദൂര സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകുന്നത്. ഇങ്ങനെയൊക്കെ വാഗമൺ അങ്ങനെയൊക്കെ പോകുന്നത്. ഇനി മുന്നേ പോയിട്ടുണ്ട് കോഴിക്കോട് ഒരു പ്രാവശ്യം ഹാപ്പിയായിട്ട്. ട്രിപ്പ് അല്ല, ഞാൻ എവിടെ പോയിട്ടില്ല. See
ഇതാണ് ഞങ്ങളുടെ ജിം ട്രെയിനർ. ഒരു ഹായ് പറയോ? ഹായ്. ഞങ്ങളുടെ പോളി ഓഫ് ദ ഹീറോ ഓഫ് ദ ജിം ട്രെയിനറാണിത്. എന്നും രാവിലെ ഞാൻ നല്ല കുട്ടിയല്ലേ പറയാം, എന്നെ പറ്റി പറയാം. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരും. ഇത്രയും നല്ല കുട്ടി വേറെ ഇല്ല. ഇത്രയും നന്നായിട്ട് ഉറങ്ങുകയും ഇത്രയും നന്നായിട്ട് ഡയറ്റ് സ്കിപ്പ് ചെയ്യുകയും എനിക്ക് കുറെ ബൈസെപ്സ് ഒക്കെ ഇല്ല. എനിക്ക് പിന്നെ ബൈസെപ്സ് ഒക്കെ നല്ല പോലെ ഞാൻ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് പൊക്കും. ഭയങ്കരമായിട്ട് വെയിറ്റ് പൊക്കും. 2.5 നിന്ന് 5 എടുക്കാൻ പറഞ്ഞ ഇത്രയും പ്രൊമോഷൻ കിട്ടാത്ത കുട്ടി ഇതേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനൊന്നും പറഞ്ഞുകൂടാ. ഇത്രേ പറയാൻ പറഞ്ഞു. പൊളിയാണ്, നല്ല പൊളി കുട്ടിയാണ്. പിന്നെന്താ, നല്ല വൈബുള്ള കുട്ടിയാണ്. ജിമ്മില് കറക്റ്റ് ആയിട്ട് വന്ന് നല്ല ഡെയിലി രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ തുറക്കുന്നതിന് മുന്നേ അതാ കൊച്ച് കറക്റ്റ് ആയിട്ട് വന്ന് വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നു. ഷുഗർ കട്ടൊക്കെ നല്ല ഭംഗിയായിട്ടാ ചെയ്യുന്നത്. അതാ ഞാൻ കണ്ടിട്ടേ ഇല്ല കുട്ടി ഐസ്ക്രീം ഒന്നും കണ്ടിട്ടേ ഇല്ല. ഇത്ര നല്ലൊരു കുട്ടിയെ കിട്ടുന്ന ആ ട്രെയിനറുടെ ഭാഗ്യം. ഇത്രയും നല്ലൊരു കുട്ടിയെ കിട്ടാനായിട്ട് മതി. എനിക്ക് വണ്ടി. സോ ഗൈസ്, നമ്മളിനി മൊട്ടക്കുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിലുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി മൊട്ടക്കുന്നിലോട്ട് പോവുകയാണ്. ഹലോ ലാവണ്ടർ ഗേൾ. മൊത്തത്തിലൊരു ലാവണ്ടർ ആണോ? ചെരുപ്പുണ്ട് അവളുടെ ലാവണ്ടർ. ഞങ്ങൾ എല്ലാരും കൂട്ടത്തോടെ സ്റ്റുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്തതാണ്. സ്റ്റുഡിയോയുടെ പരസ്യമാണ്. മൊത്തത്തിൽ സ്റ്റുഡിയോസ്. അതാ ഫുൾ സ്റ്റുഡിയോസ്. ഷഫ്ന പറയൂ. സഫ്നയുടെ പേരിനകത്തൊരു ഷാ കയറ്റിയപ്പോഴത്തേക്ക് ഷഫ്നയായി. ആ കുട്ടിയാണ്. എന്റെ പേര് ഷഫീന എന്നാണ്, പക്ഷെ എനിക്ക് ഷഫ്ന. അതുകൊണ്ട് ആ ഷഫീന മാറ്റി അങ്ങ് ഷഫ്ന ആക്കിയതാ. ഇപ്പൊ ജിമ്മിനൊക്കെ വന്നിരിക്കുമ്പോൾ സഫ്ന എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും തിരിഞ്ഞു നോക്കും. അത് ഷഫ്നയാണോ സഫ്നയാണോ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതെ, 2 സഫ്നയും 1 ഷഫ്നയും. എന്ത് ചെയ്യാനാടാ? സോ ഗൈസ്, ഞങ്ങളിതാ ഈ പൂക്കി സാധനം വാങ്ങാനായിട്ട് ഉള്ള ബാർഗൈനിങ്ങിലാണ്. 170 രൂപയ്ക്ക് ലാസ്റ്റ് നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ അത്രയും കുറച്ച് വാങ്ങും. നമ്മൾ ടീംസ് മൊത്തത്തിൽ ഇവിടെ ഗ്യാതേർഡ് ആണ്. നോക്കൂ, എല്ലാരും പൂക്കി വാങ്ങിട്ട് പോന്നോളാം. പൂക്കി ഫാൻസ്. എന്തൊക്കെ സാധനങ്ങളാണോ? കടിച്ചോ എല്ലാരും കടിക്കണേ. അത് വല്ലാത്ത കടിയായി പോയല്ലോ. വലിച്ചിട്ടും വരാത്ത സാധനം. നമുക്ക് തോന്നുന്നു. போட்டிக்கட்டணம் சொன்ன வாடா எங்க கட்டள சிங்க கட்டள சும்மா நம்ம ராசா எந்த റസീനാന്റിയെ പറ്റി പറയട്ടെ. നമ്മുടെ ജിമ്മിൽ ഏറ്റവും വൈബുള്ള ഒരു പുള്ളിക്കാരിയാണ്. എവിടെ പാട്ട് കേട്ടാലും അപ്പത്തുള്ളൂ. ഒരു ഹായ് പറയൂ. ഹായ്. നമ്മുടെ ടീച്ചർ എവിടെ? മഞ്ജു ടീച്ചർ, കമോൺ. ഞങ്ങളുടെ ടീച്ചറിനെ കാണോ? ഇതാണ് ഞങ്ങളുടെ മെയിൻ. ഞങ്ങളുടെ ടീച്ചറാണ്. ഞങ്ങളുടെ ജിംനാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് ആൻഡ് എന്തൊക്കെയോ ആണ്. അടുത്തത് എന്റെ പേരുള്ള ഇരുത്തുണ്ട് ഇവിടെ. സഫ്നത്ത. ഹലോ. ഈ ഇത്തയുടെ പ്രോഡക്റ്റ്സ് ആണ്. ഇതൊരെണ്ണം. രണ്ടാമത്തെ ആളുണ്ട്. ഇതാണ്ട്. ഇതിനെയാണ് എനിക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 മൂന്നാമത്തെ ആള് വന്നില്ലല്ലേ? പിടിച്ചോട്ടാ പണി മാറിയാക്കാമിന്ത് ഫിലിം ഫോട്ടോ നഗർ വില ചൊല്ലിടാ. ആമ്മ വിടലാമ്മ പല സിനിമാവൈ നാം എടുപ്പം സൂപ്പർ ഹീറോ. അടിക്കടി പണം പെരുകിടുമ്പോൾ ആമാ ഇടയ്ക്കിടയ്ക്കുലകം കറങ്ങണം. സോ ഗൈസ്, നമ്മളിതാ മൊട്ടക്കുന്നിലെത്തിയിരിക്കുന്നു അല്ലേ? അല്ലേ? എന്റെ പൂക്കികൾ ഞങ്ങൾക്ക് ഡൗട്ടായി ഏത് കുന്നിക്കാണോ. അവിടെ നോക്കാം, അവിടെ ആരുമില്ല.
ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ മൊട്ടക്കുന്ന് നിറം കുന്നുകളായതുകൊണ്ട് ഇതിൽ ഏത് കുന്നിൽ കയറണം എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ ഡൗട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് പൂക്കീസ്. എന്റെ പൂക്കി ഹേയ് പൂക്കി. ഗൈസ് നിങ്ങൾ കാണൂ, നമ്മുടെ കുന്ന് കാണും. பட்டணம் போட்டி கட்டணம் சொன்னவாட எங்க கட்டள சிங்க கட்டள சும்மா അതൊന്നും മൊട്ടക്കുന്നല്ല, അതൊക്കെ പാറയാ. അതിനകത്തൊന്നും കയറാൻ പറ്റൂല. നമ്മൾ ബാഹുബലി ആയിരിക്കണം അങ്ങനെ കയറണം അല്ലേ? ഇപ്പൊ കേട്ട് ഒരു പൂക്കി കൊച്ചു പാടുന്ന കേട്ട്. ഞാൻ പൂക്കി കൊച്ചല്ല, അയ്യോ അവിടെ പോകാനൊക്കത്തില്ല, ഫുള്ള് കാടായിരിക്കുന്ന കൊച്ചിന്റെ മുടി ഒക്കെ ഹെയർ അടിപൊളി. பிசி முதல் ஏசி இந்த ஊட்டியில போட்டது இன்னைக்கு ஈஸியா பாக்கு നോട്ടൊക്കെയും ഓട്ടാക്കണം ഇന്നാട്ടിൽ നാളെ മുതൽ PM ഞാൻ CM നീ എതുക്കെന്നെ ഭയപ്പെടുത്തുന്നീങ്ക. ഗായ്സ് ഇവിടെ റീൽസിനുള്ള പ്രിപ്പറേഷൻ നടക്കുവാണ്. അതെ, നമ്മുടെ അമ്മമാര്, നമ്മുടെ അമ്മ സെറ്റ്സ് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കുട്ടികൾ സെറ്റ്സ് ഇവിടെ ഉണ്ട്. അതെ, നമ്മള് പിന്നെ പ്രോ ആണ്. ഹായ് പറയൂ. ഓക്കെ, നമുക്ക് റീലിന്റെ ഔട്ട്പുട്ട് കാണാം. പ്രോ ഡാൻസേഴ്സ് ഓൺ ദ സ്റ്റേജ്. അവൻ അടിച്ചിടും പരിസ് നിറയ പിറകിന്റെ പട്ടണം സ്വന്തമാക്കി പൊട്ടിക്കെട്ടുകൊണ്ട നോട്ടുകെട്ടുകൾ തൂക്കിക്കെട്ടിയ പോറിൻകാരെ നാടുഞ്ഞെത്തിച്ച് ചീറിപ്പായണല്ല. അങ്ങനെ നമ്മൾ ആ ഒരു കടമ്പയും മൊട്ടക്കുന്ന് നമ്മൾ പൊളിച്ചു. നമ്മുടെ ഫേവറായിരുന്നു, നമ്മൾ നന്നായിട്ട് ചില്ല് ചെയ്തു. യെസ്, നമ്മൾ പരിസരം ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ കിടന്ന് അലമ്പി വാരി അല്ലേ? യാ പറയൂ. ഹായ് ഹായ്. നിന്നെ പരിചയപ്പെട്ടില്ലല്ലോ, നിന്നെ പരിചയപ്പെടുത്തു. എന്റെ പേര് ആലിഷാൻ. എന്താണ്? ആലിഷാൻ. ഓക്കെ, ആലിഷാൻ. ഓക്കെ, ഹലോ. യോ നമ്മുടെ നായകൻ. ഹലോ, പേര് പറ. റാസി. എത്രല്ല പഠിക്കുന്നേ? ഇനി 4. വലിയ കുട്ടിയാണ്, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുട്ടിയാണ്. ഈ ഇത്തയുടെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നീ എത്രല്ല പഠിക്കുന്നേ? ഞാൻ 9. 9. ഇനി 9. യെസ്. അങ്ങനെ നമ്മൾ പാട്ട് പാടണം കേട്ടോ. ഇനിയും പാട്ട് പാടണം. എന്റെ ഫാൻ ആയടാ നീ, പറ. ഓ, എന്റെ ഫാൻ ബോയ് ആണത്. എന്റെ പാട്ട് അവന് ഇഷ്ടപ്പെട്ടു അത്രേ. ഓക്കെ, അപ്പൊ നമ്മൾ മൊട്ടക്കുന്നിന്ന് ഇറങ്ങി. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂൾ. സോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പൊ എവിടെ എത്തി? ശബരിമല ഇറങ്ങുന്നല്ല, ഞങ്ങൾ പൂളിൽ ചാടാൻ പോവാണ്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടികൾ എന്ന് പറയുന്നത് പൂളിൽ ഇറങ്ങുന്നു, അത് കഴിഞ്ഞ് കയറിയിട്ട് ക്യാമ്പ് ഫയർ, അത് കഴിഞ്ഞ് പാക്ക് ചെയ്യുന്നു. ബൈ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സോ ഇത് പൂളിലുള്ള റിസോർട്ടാണ്. ടോപ്പില് ആ മലയിരിക്കുന്ന അവിടെയാണ് പൂളെന്നാണ് പറയുന്നത്. എനിക്ക് വയ്യ. ചുമ്മാ ഒന്ന് പിളയോ.
ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിപൊളി. താങ്ക് യു. ആലിയുടെ ഫാദറിന്റെ ആണ്. തങ്ങള് കുഞ്ഞല്ലല്ലേ? സോറി ഗൈസ്, തങ്ങള് പറ. ഞാൻ ആദ്യമായിട്ട് കേൾക്കും ഇതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പൂളിൽ വെച്ച് കാണുന്നതായിരിക്കും. ബൈ. വെള്ളം തെറിപ്പിക്കരുത്, ഫോണാണ്. സോ ഞങ്ങൾ പൂളിന്നൊക്കെ ഇറങ്ങി കുളിച്ച് അവശയായി ഞങ്ങൾ തിരിച്ച് ബസ് കയറി. ഇനി നെക്സ്റ്റ് നമ്മൾ ക്യാമ്പ് ഫയറിന് പോകാൻ പോവാണ്. നമ്മുടെ
La 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 la. Oh la la la. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. കുമ്പെട് കുറുങ്കുഴൽ കൊടു തപ്പെട് തകിൽപ്പുറം കൊടു നഗരതീരങ്ങളീലഹരിയിൽ കുതിരവേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. ആകാശക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കൈയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? ആകാശക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കൈയിൽ കാണാതെ സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജും ചജും 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 ജും ചജും 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 ജും. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർത്തിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ.